വെൽക്കം ടു മൈ ക്ലാസ് റൂം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കപ്പാസിറ്റൻസിനെ കുറിച്ചാണ് കേട്ടോ. കപ്പാസിറ്റൻസും കപ്പാസിറ്ററിൻ്റെ വർക്കിംഗ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അപ്പോൾ കപ്പാസിറ്റൻസും പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ വർക്കിങ്ങോ മനസ്സിലാവണമെങ്കിൽ നമ്മൾ കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ലൈക്ക് കുളുംസ് ലോ, ഫോഴ്സിൻ്റെ ഇക്വേഷൻ F=QE, F=1/4πε0 Q1 Q2/r². പിന്നെ ഇലക്ട്രിക് ഫീൽഡ് എന്താ, ഈ രണ്ട് ഇക്വേഷൻസ് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുക, പിന്നെ പൊട്ടൻഷ്യൽ എന്താ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഇനി ഹൗ എ കപ്പാസിറ്റർ വർക്ക്സ്. കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇലക്ട്രിക്കൽ ഡിവൈസ് ദാറ്റ് സ്റ്റോർസ് ചാർജ്. ചാർജ് സ്റ്റോർ ചെയ്യുന്ന വഴി ഇറ്റ് സ്റ്റോർസ് എനർജി. അപ്പോൾ കപ്പാസിറ്ററിന് ചാർജ് സ്റ്റോർ ചെയ്യാൻ കഴിയണം. അപ്പോൾ ഇങ്ങനെ ഒരു മെറ്റൽ പ്ലേറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ കണ്ടക്ടറിലേക്ക് നമ്മൾ കുറച്ച് പോസിറ്റീവ് ചാർജ് കൊടുക്കുക എന്ന് വിചാരിക്കുക. ഇപ്പോൾ 2 പോസിറ്റീവ് ചാർജ് കൊടുത്തു. ഇനി ഞാൻ അടുത്ത മൂന്നാമത്തെ ഒരു പോസിറ്റീവ് ചാർജ് കൊടുക്കാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്തുണ്ടാവും? ഇവിടെ റിപ്പൽഷൻ ഉണ്ടാവും. ഈ 2 ചാർജ് ഈ പോസിറ്റീവ് ചാർജിനെ റിപ്പൽ ചെയ്യും. എന്നാലും നമ്മൾ ഈ പോസിറ്റീവ് ചാർജിനെ ഇങ്ങോട്ട് ആഡ് ചെയ്തു എന്ന് വയ്ക്കുക. ഞാൻ വീണ്ടും അങ്ങനെ കൂടുതൽ ചാർജുകൾ ഇവിടെ ആഡ് ചെയ്തു, കൂടുതൽ പോസിറ്റീവ് ചാർജ് ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്ത് വരുമ്പോൾ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ ഈ പോസിറ്റീവ് ചാർജിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാവും. അതായത് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ വളരെ കൂടുതലാവും. പോസിറ്റീവ് ചാർജിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ, നമ്മൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒരുപാട് വർക്ക് ചെയ്യേണ്ടതായി വരും. അതായത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഒരുപാട് കൂടും. അല്ലെങ്കിലും പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ നമ്മൾ പൊട്ടൻഷ്യൽ എന്ന ചാപ്റ്ററിൽ പഠിച്ച പോലെ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഒരുപാട് കൂടും. സോ നമുക്ക് ഇനിയും പോസിറ്റീവ് ചാർജിനെ ഇങ്ങോട്ട് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇതിൻ്റെ നെറ്റ് പൊട്ടൻഷ്യൽ നമ്മൾ കുറയ്ക്കണം. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇമാജിൻ ഇങ്ങനെ ഒരു പ്ലേറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു മെറ്റൽ കണ്ടക്ടർ. ആ മെറ്റൽ കണ്ടക്ടറിന് നമ്മൾ പോസിറ്റീവ് ചാർജ് കൊടുക്കാമെന്ന് വിചാരിക്കുക, Q1. കുറച്ച് പോസിറ്റീവ് ചാർജ് കൊടുത്തു. പോസിറ്റീവ് ചാർജ് കൊടുത്താൽ അവിടെ എന്തുണ്ടാവും? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇപ്പോൾ റേഡിയലി ഔട്ട്വേർഡ് അല്ല, പുറത്തേക്കില്ല, ഔട്ട്വേർഡ് ആയിട്ടുള്ള പോസിറ്റീവ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വെച്ചത് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം ഇലക്ട്രിക് ഫീൽഡിന്. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്തിൻ്റെ ഇക്വേഷൻ E=1/4πε0 Q1/r². Q1 എന്ന് പറഞ്ഞാൽ എന്താ? Q1 എന്ന് പറഞ്ഞാൽ ഈ ചാർജാണ് Q1. R എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഈ പോയിന്റ്, നമ്മളിപ്പോൾ ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് R. സോ ഇനി നമ്മളൊരു പോസിറ്റീവ് ചാർജിനെ ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണെന്ന് വിചാരിക്കാം. കൊണ്ടുവരുമ്പോൾ അവിടെ എന്തുണ്ടാവും? റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. ആ ഉണ്ടാവുന്ന റിപ്പൾസീവ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? F=QE, വേർ Q ഈ ചാർജാണ് Q കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ക്യാപിറ്റൽ E റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡാണ്. ഈ ഇലക്ട്രിക് ഫീൽഡാണ് ക്യാപിറ്റൽ E റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ക്യാപിറ്റൽ Eൻ്റെ ഇക്വേഷൻ എന്താ? 1/4πε0 Q1/r². അപ്പോൾ ഈ Qന് പകരം നമുക്കിവിടെ തൽക്കാലം Q2 എന്ന് എഴുതാം. സോ F=Q2 × E. F=Q2 × Eന് പകരം 1/4πε0 Q1/r². ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കുളുംസ് ലോ തന്നെ കിട്ടും. കുളുംസ് ഇക്വേഷൻ, കുളുംസ് റിപ്പൾസീവ് ഫോഴ്സിൻ്റെ അതേ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഈ ഫോഴ്സ് വച്ചായിരിക്കും ഈ പോസിറ്റീവ് ചാർജിനെ റിപ്പൽ ചെയ്യുന്നത്. നമുക്കിനിയും ഇവിടുത്തെ പൊട്ടൻഷ്യൽ വളരെ കൂടുതലാണെന്ന് അസ്യൂം ചെയ്യാം. സോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ തൽക്കാലത്തേക്ക് നമുക്കൊരു എക്സാമ്പിൾ എന്ന രീതിയിൽ ഒരു 100 വോൾട്ട് കൺസിഡർ ചെയ്യാം. സോ കൺസിഡർ ഇപ്പോഴത്തെ പൊട്ടൻഷ്യൽ 100 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. ഇത് 100 വോൾട്ട് ആണെങ്കിൽ ഇപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ നെറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 100 വോൾട്ട് ആണ് ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ. ഇനി നമുക്ക് ഈ പൊട്ടൻഷ്യൽ കുറയ്ക്കണം. ഈ പൊട്ടൻഷ്യൽ 100 വോൾട്ട് ആണ്. അത് കുറയ്ക്കാൻ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളിങ്ങോട്ട് മറ്റൊരു പ്ലേറ്റ് കൊണ്ടുവരും. മറ്റൊരു പ്ലേറ്റ് ഇവിടെ കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പ്ലേറ്റിൽ ഈ പോസിറ്റീവ് ചാർജ് കാരണം ഈ സൈഡിൽ ഒരു നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ്ഡ് ആവും. ഈ സൈഡിൽ ഒരു നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ്ഡ് ആവും. ഇവിടെ ഇപ്പോൾ 10 കുളമ്പാണെങ്കിൽ ഇവിടെയും അത്രയും തന്നെ നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ്ഡ് ആവും. ഇവിടെ നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ്ഡ് ആവുന്നത് കൊണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡ് നിറച്ചും പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. അതും സെയിം വാല്യൂ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ +10 കുളമ്പാണെങ്കിൽ ഇവിടെ -10 കുളമ്പ്, ഇവിടെ +10 കുളമ്പ്, അങ്ങനെയാവും. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു മിനിറ്റ്
ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് നെഗറ്റീവ്ലി ചാർജ്ഡായി, അതിന് നമുക്ക് -Q2 എന്ന് പേര് കൊടുക്കാം. ഇപ്പുറത്തേത് പോസിറ്റീവ്ലി ചാർജ്ഡായി, അതിന് നമുക്ക് +Q2 എന്ന് പേര് കൊടുക്കാം. ഇപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഈ മൈനസ്, നമുക്കറിയാം മൈനസ് ചാർജ് ഉണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ കുറയും അല്ലേ. അപ്പോൾ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ നമുക്ക് -40 എന്ന് എടുക്കാം. -40 ആണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ. ഈ +Q2 കാരണമുള്ള പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? നമുക്കത് ഫോർ എക്സാമ്പിൾ ഒരു +30 ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, സെയിം ചാർജാണ്, സെയിം എമൗണ്ട് ഓഫ് ചാർജാണ് Q2. ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. രണ്ട് പ്ലേറ്റിൻ്റെയും ഏരിയ സെയിം ആണ്. എന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഒരെണ്ണം കൂടുതലും ഒരെണ്ണം കുറവായിട്ട് എടുത്തേക്കുന്നത്? ഒരെണ്ണം 40യും ഒരെണ്ണം 30യും. എന്തുകൊണ്ടായിരിക്കും? ഇവിടെ കാരണം ഇവിടുത്തെ ഇതിന് കുറച്ച് തിക്നെസ് ഉണ്ടെന്ന് തൽക്കാലം അസ്യൂം ചെയ്യാം. ഇങ്ങനെ കുറച്ച് തിക്നെസ് ഉള്ള ഒരു പ്ലേറ്റ് ആണെന്ന് അസ്യൂം ചെയ്യുക. ഈ എക്സാമ്പിൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ കുറച്ച് തിക്നെസ് ഉണ്ടെന്ന് ഇങ്ങനെ അസ്യൂം ചെയ്യാം. അപ്പോൾ നമ്മളുടെ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ അനുസരിച്ച് പൊട്ടൻഷ്യൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ. ആർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്. പൊട്ടൻഷ്യൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ. ഇവിടെ കണ്ടോ, ഈ പ്ലേറ്റിൽ നിന്ന് ഈ പ്ലേറ്റിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് ഈ സൈഡ് വരെയുള്ള ഡിസ്റ്റൻസിനേക്കാൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ്. ഈ ബാക്ക് സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ്. ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ് എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് നമ്മൾ ആറായിട്ട് എടുക്കുകയാണെങ്കിൽ, ഈ ഡിസ്റ്റൻസ് R1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് R2 ആണ്. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് തന്നെ R2 ഈസ് ഗ്രേറ്റർ ദാൻ R1. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ കുറയും. അതുകൊണ്ടാണ് ഈ ഡിസ്റ്റൻസ് കൂടിയപ്പോൾ നമ്മൾ ഈ ബാക്ക് സൈഡിൻ്റെ പൊട്ടൻഷ്യൽ 30 ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇപ്പോൾ ഈ കേസിലെ നെറ്റ് പൊട്ടൻഷ്യൽ നോക്കാം. ഇവിടെ 100 വോൾട്ട് ആയിരുന്നു. ഇപ്പോഴത്തെ പൊട്ടൻഷ്യൽ എന്താവും? 100 - 40 + 30, അതായത് 90 വോൾട്ട് എന്നായി. അപ്പോൾ ആദ്യം 100 വോൾട്ട് ആയിരുന്നു, അതിപ്പോൾ 90 വോൾട്ടായി. ഇനി നമുക്ക് പൊട്ടൻഷ്യൽ വീണ്ടും കുറയ്ക്കണം എന്ന് വയ്ക്കാം. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഈ പോസിറ്റീവ് എടുത്ത് കളഞ്ഞാൽ മതി. ഈ +30 ഉണ്ടല്ലോ, ഈ വാല്യൂ എടുത്ത് കളഞ്ഞാൽ മതി. അതായത് ഈ വാല്യൂ +30 എടുത്ത് കളയും, +Q2 എടുത്ത് കളയും. +Q2 എടുത്ത് കളഞ്ഞാൽ നെറ്റ് പൊട്ടൻഷ്യൽ എന്തായി? 100 - 40, 60 വോൾട്ടാവും. സോ നമ്മളെങ്ങനെയാണ് ആ പോസിറ്റീവ് എടുത്ത് കളയുന്നത്? നമ്മളതിനെ എർത്ത് ചെയ്താൽ മതി. എർത്ത് ചെയ്താൽ എന്ത് പറ്റും? എർത്തിൽ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും, ഇതിനെ ന്യൂട്രലൈസ് ചെയ്ത് കളയും. അപ്പോൾ ഇനിയുള്ള വാല്യൂ ഇങ്ങനെയോ, ഇനിയുള്ള വാല്യൂ ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുക. നെറ്റ് പൊട്ടൻഷ്യൽ = 60 വോൾട്ട്. അപ്പോൾ പൊട്ടൻഷ്യൽ വീണ്ടും കുറഞ്ഞു. ഇനി നമുക്ക് നോക്കാം. ആദ്യം നമ്മളുടെ പൊട്ടൻഷ്യൽ 100 വോൾട്ട് ആയിരുന്നു. ഇപ്പോൾ നമ്മളുടെ പൊട്ടൻഷ്യൽ 100 വോൾട്ടിൽ നിന്ന് അതൊന്നും കൂടെ കുറഞ്ഞു, പിന്നെ അതൊന്നുകൂടെ കുറഞ്ഞു, 90 വോൾട്ടായി. 90 വോൾട്ടിൽ നിന്ന് അത് കുറഞ്ഞ് 60 വോൾട്ടായി. അപ്പോൾ പൊട്ടൻഷ്യൽ ഒരുപാട് കുറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നെറ്റ് പൊട്ടൻഷ്യൽ കുറഞ്ഞു. നെറ്റ് പൊട്ടൻഷ്യൽ കുറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പൊട്ടൻഷ്യൽ കുറഞ്ഞാൽ നമുക്ക് മറ്റൊരു ചാർജിനെ ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാനുള്ള വർക്ക് കുറഞ്ഞു എന്നാണ് മീനിങ്. അപ്പോൾ വർക്ക് കുറഞ്ഞു, കുറച്ച് വർക്ക് മതി ഒരു ചാർജിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അപ്പോൾ നമുക്ക് കൂടുതൽ ചാർജിനെ ഈ പ്ലേറ്റിലേക്ക് ആഡ് ചെയ്യാം. ഈ പ്ലേറ്റിൽ കൂടുതൽ ചാർജ് ആഡ് ചെയ്യുന്നതനുസരിച്ച് ഇവിടുത്തെ നെഗറ്റീവ് ചാർജും കറസ്പോണ്ടിംഗ്ലി കൂടും. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. റിസൾട്ട് നെറ്റ് പൊട്ടൻഷ്യൽ ഈസ് റെഡ്യൂസ്ഡ് ആൻഡ് മോർ ചാർജസ് ക്യാൻ ബി സ്റ്റോർഡ്. സോ റിസൾട്ട് നമുക്ക് നെറ്റ് പൊട്ടൻഷ്യൽ ഗെറ്റ്സ് റെഡ്യൂസ്ഡ് ആൻഡ് മോർ ചാർജസ് ക്യാൻ ബി സ്റ്റോർഡ് എന്ന് എഴുതാം. ഇനി നമുക്ക് Q ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V എന്ന് പറയാം. എന്തുകൊണ്ടാണ് Q ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V എന്ന് പറയുന്നത്? കാരണം Q കൂടിയാൽ ഇലക്ട്രിക് ഫീൽഡ് കൂടും. Qയും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ഡയറക്റ്റ് ഇക്വേഷനാണ്. എന്താ ഇക്വേഷൻ? E = 1/4πε0 × Q/r². അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കൂടും, E കൂടും, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കൂടും. E കൂടുമ്പോൾ ഫോഴ്സ് കൂടും, ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ കൂടും. കാരണം ഫോഴ്സിൻ്റെ ഇക്വേഷൻ QE എന്നല്ലേ. അപ്പോൾ E കൂടിയാൽ ഫോഴ്സ് കൂടും. ഫോഴ്സ് കൂടിയാൽ നമുക്ക് എന്ത് പറയാം? വർക്ക് ഡൺ കൂടും. ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ കൂടുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും ആ ചാർജിനെ ആ പ്ലേറ്റിലേക്ക് കൊണ്ടുവരാൻ. വർക്ക് കൂടും എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ. അപ്പോൾ പൊട്ടൻഷ്യൽ കൂടി എന്ന് പറയാലോ. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് കൂടി എന്ന് പറയാം. Q ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ്. അപ്പോൾ നമുക്ക് Q ഈസ് ഈക്വൽ ടു CV എന്ന് എഴുതാം, C ഈസ് ഈക്വൽ ടു Q/V എന്ന് എഴുതാം. ഈ കോൺസ്റ്റൻറ്റ് C
ഇതിനെയാണ് നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് ഇട്ട് കൊടുത്തു. ആ കോൺസ്റ്റൻറ്റ് സി ഈക്വൽ ടു ക്യൂ ബൈ വി, ആ കോൺസ്റ്റൻ്റ് ആണ് കപ്പാസിറ്റൻസ്. അപ്പോൾ ഈ ഇക്വേഷൻ കാണുമ്പോൾ നമുക്ക് തോന്നും കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ചാർജിനെയും വോൾട്ടേജിനെയും ആണെന്ന്. അല്ല കേട്ടോ, കപ്പാസിറ്റൻസ് ചാർജിനെയും വോൾട്ടേജിനെയും അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റ് കുറച്ച് ഫാക്ടേഴ്സിനെയാണ്. അത് നമുക്ക് നോക്കാം. സോ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ഒന്നും കൂടെ പിക്ടോറിയലി റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൂ. ഇത് ഒരു പ്ലേറ്റ് ആണ്, പോസിറ്റീവ് ചാർജ് കൊടുത്തിട്ടുണ്ട്, നെഗറ്റീവ് പ്ലേറ്റ്, നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇവിടെ രണ്ടിൻ്റെയും സെയിം ഏരിയ ആണ്, ഏരിയ എ ഇൻ മീറ്റർ സ്ക്വയർ. ഇത് ഡിസ്റ്റൻസ് ഡി ഇൻ മീറ്റേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. പോസിറ്റീവ് പ്ലേറ്റിനെ പോസിറ്റീവിലേക്കും നെഗറ്റീവ് പ്ലേറ്റിനെ നമ്മൾ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യുന്നു. നമുക്ക് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് കപ്പാസിറ്റർ മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഇനി എബിലിറ്റി ഓഫ് എ കപ്പാസിറ്റർ ടു സ്റ്റോർ ചാർജസ് ഇസ് നോൺ ആസ് കപ്പാസിറ്റൻസ്. ഇറ്റ് ഈസ് ദ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ കപ്പാസിറ്റർ ടു സ്റ്റോർ ചാർജസ് ഇസ് നോൺ ആസ് കപ്പാസിറ്റൻസ്. ഇനി ഈ ഒരു കേസ് നോക്കിയേ, ഇവിടെ രണ്ട് മെറ്റൽ പ്ലേറ്റ് ഉണ്ട്, രണ്ട് പാരലൽ പ്ലേറ്റ്സ്. ഒരെണ്ണത്തിന് +Q1 ചാർജും മറ്റതിന് -Q2 ചാർജും. ഇതിൻ്റെ ഇടയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് വയ്ക്കുക, ഇ. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ഇ. ആ ഇൻ്റെ വാല്യൂ എന്തായിരിക്കും? ആ ഇൻ്റെ വാല്യൂ σ/ε0 ആയിരിക്കും. സോ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ σ/ε0 ആയിരിക്കും. പക്ഷേ സിഗ്മ എന്ന് പറയുന്നത് ഈസ് ചാർജ് ബൈ ഏരിയ. അപ്പോൾ നമുക്കത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് വി ഈസ് ഈക്വൽ ടു ഇ ഡി എന്ന് എഴുതാം, ഇ ഇൻറ്റു ഡി. വേർ ഇന് പകരം ഈ വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഇന് പകരം ഈ വാല്യൂ കൊടുക്കും. അപ്പം Q/D/ε0 എന്ന് വരും. ഇനിയിപ്പോൾ നമ്മൾ കണ്ട പോലെ കപ്പാസിറ്റൻസ് Q/V അല്ലേ, അപ്പോൾ Q/E V, വിൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കും, Q/V. അത് കൊടുത്തു കഴിയുമ്പം ക്യൂവും ക്യാൻസലായി പോവും. അപ്പോൾ നമുക്ക് കപ്പാസിറ്റൻസ് ഈക്വൽ ടു ε0 A/D എന്ന് കിട്ടും. ഇതാണ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ε0 A/D എന്നാണ്. അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ് ആണ് കേട്ടോ. അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് 1 ഫാരഡ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? വെൻ എ ചാർജ് ഓഫ് 1 coulomb is stored on the plates by a voltage of 1 volt. കാരണം നമ്മൾ എഴുതിയ ഇക്വേഷൻ എന്താ? സി ഈസ് ഈക്വൽ ടു Q/V എന്നല്ലേ. സി ഈക്വൽ ടു Q/V. Q എന്ന് പറയുന്നത് 1 കുളമ്പും V എന്ന് പറയുന്നത് 1 വോൾട്ടും ആകുമ്പോൾ സി എന്ന് പറയുന്നത് 1 ഫാരഡാവും. സോ 1 ഫാരഡ് capacitance is said to be 1 farad when a charge of 1 coulomb is stored on the plates by a voltage of 1 volt. അപ്പോൾ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കപ്പാസിറ്റൻസ് നമ്മൾ ആദ്യമേ പറഞ്ഞു, കപ്പാസിറ്ററിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്യൂയിനെയും വിനെയും അല്ല, പകരം വേറെ കുറച്ച് ഫാക്ടേഴ്സിനെയാണെന്ന്. ഇതൊക്കെയാണ് കേട്ടോ ആ ഫാക്ടേഴ്സ്. നമ്മളിപ്പോൾ എഴുതിയത് സി ഈക്വൽ ടു ε0 A/D എന്നാണ്. അതായത് സി ഡിപ്പെൻഡ്സ് ഓൺ ε0 A ആൻഡ് D. ഇനി ഇതിനെങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ε0 എന്ന് പറഞ്ഞാൽ നമ്മൾ വരച്ച 2 പാരലൽ പ്ലേറ്റ് ഇല്ലേ, ആ 2 പ്ലേറ്റുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇടയിലുള്ള ഈ സ്പേസിൽ എന്തെങ്കിലും വാക്യൂമോ ഡൈഇലക്ട്രിക്കോ ഒക്കെ ആയിരിക്കും, ആ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ ε0 എന്ന് ഉദ്ദേശിക്കുന്നത് മീഡിയം ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആണ്. അപ്പോൾ സി ഡിപ്പെൻഡ്സ് ഓൺ ദ മീഡിയം ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. പിന്നെ സി ഡിപ്പെൻഡ്സ് ഓൺ എ, ഏരിയ. ഏരിയനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും? ഏരിയ മാറുന്നത് ആ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലേറ്റിൻ്റെ ഷേപ്പോ സൈസോ ഒക്കെ മാറിയാൽ ഏരിയ മാറും. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദ കണ്ടക്ടർ. പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെയാണ്? പിന്നെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സിനെയാണ്. പിന്നെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. ഈ പ്ലേറ്റിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ഡിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ ഇത്രയും കാര്യത്തെയാണ് കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.